എല്ലാ മലയാളികളും കണ്ടിട്ടുള്ള ഒരു റീലായിരിക്കും. ഷർട്ട് ഇടാതെ ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ഒരു ആംബുലൻസ് വന്ന് നിൽക്കുന്നു, ഓടിക്കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോകുന്ന ഫ്രണ്ടിന്റെ അനിയനായിരുന്നു. രണ്ടാം നിലയുടെ മുകളിൽ നിന്ന് വീണിട്ട് അങ്ങനെ അവൻ വിളിച്ചതാ. ആ സമയത്ത് ഞാൻ ഇവിടെ നമ്മുടെ റൂമിന്റെ അടിയിൽ വണ്ടി നിന്ന് കഴുകായിരുന്നു. ഷർട്ട് ഇവിടെ രണ്ടാം നിലയുടെ എൻ്റെ റൂമിന്റെ രണ്ടാം നിലയുടെ മുകളിലായിരുന്നു. അപ്പൊ ആ എടുക്കാൻ എനിക്ക് കയറുന്ന ടൈം ഉണ്ടെങ്കിൽ എനിക്ക് അവൻ്റെ വീട്ടിലെത്തും. അപ്പോൾ അവര് എന്തോ പിടിഞ്ഞിട്ട് ഈ സൈഡിൽ വന്ന് കുത്തിക്കുക. ഇടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് ഫസ്റ്റ് പോയിട്ട് ഫ്രണ്ടാണല്ലോ ഇടിക്കുക. അപ്പോഴും നമ്മൾ ഈ ബെൽറ്റൊക്കെ ഇട്ടിട്ട് ആള് നോർമലി ഇരിക്കുന്നത്. അങ്ങനെ സെൻട്രൽ ലോക്ക് തുറന്നു, ഡോറൊക്കെ തുറന്നിട്ട് സീറ്റ് ബെൽറ്റ് ഊരിയപ്പോൾ ആള് നേരെ കറക്റ്റ് ആ ഒരു മരമേത്ത് കൂടെ വണ്ടി കയറി പോയിട്ട് അന്ന് നമ്മളെ എടുത്ത് കണ്ടു നിൽക്കാൻ ഏകദേശം ലോ ആയിരുന്നു. ബോഡി നൈസായിട്ട് തണുത്ത് തുടങ്ങിയതാണ്. അപ്പൊ ഇവിടുന്ന് മദർ ഹോസ്പിറ്റലിൽ ഏകദേശം ഒരു അരമണിക്കൂർ ദൂരമുണ്ട്. നമ്മൾ ഏകദേശം 11 മിനിറ്റ് കൊണ്ട് എത്തിച്ചു. ഒരു ജീവൻ രക്ഷിക്കുന്നത് ദൈവമാണോ ഡോക്ടറാണോ എന്ന തർക്കം ഇപ്പോഴും എല്ലാവരുടെയും ഇടയിൽ ഉള്ളൊരു കാര്യമാണ്. പക്ഷേ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് ഒരു പറ്റം ദൈവങ്ങൾ ഒരുമിച്ച് രക്ഷപ്പെടുത്തുന്നതാണ് എന്ന്. അത്തരത്തിൽ ഒരാളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമസ്കാരം അജ്മൽ. അജ്മൽ ഒരു ആംബുലൻസ് ഡ്രൈവറാണ്. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുവിധം എല്ലാ മലയാളികളും കണ്ടിട്ടുള്ള ഒരു റീലായിരിക്കും. ഷർട്ട് ഇടാതെ ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ഒരു ആംബുലൻസ് വന്ന് നിൽക്കുന്നു, ഓടിക്കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോകുന്ന ഒരു റീല്. എന്തായിരുന്നു അന്ന് ശരിക്കും സംഭവിച്ചത്? സംഭവിച്ചാലേ നമ്മുടെ ഫ്രണ്ടിന്റെ അനിയനായിരുന്നു. രണ്ടാം നിലയുടെ മുകളിൽ നിന്ന് വീണിട്ട് അങ്ങനെ അവൻ വിളിച്ചതാ. അവന്റെ ടോൺ നോർമലി വിളിക്കുന്ന ടോണും സീരിയസ്ലി വിളിക്കുന്ന ടോണും രണ്ടാണ്. ആ സമയത്ത് ഞാൻ ഇവിടെ നമ്മുടെ റൂമിന്റെ അടിയിൽ വണ്ടി നിന്ന് കഴുകായിരുന്നു. ഷർട്ട് ഇവിടെ രണ്ടാം നിലയുടെ എൻ്റെ റൂമിന്റെ രണ്ടാം നിലയുടെ മുകളിലായിരുന്നു. അപ്പൊ ആ എടുക്കാൻ എനിക്ക് കയറുന്ന ടൈം ഉണ്ടെങ്കിൽ എനിക്ക് അവൻ്റെ വീട്ടിലെത്താം. അങ്ങനെ എടുത്തു പോയതാണ്. പക്ഷെ ഹോസ്പിറ്റലിൽ നിന്ന് വിഷയിൽ കിട്ടി ഞാൻ പോസ്റ്റ് ചെയ്ത് നോർമലി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന പോലെ രാവിലെ പോസ്റ്റ് ചെയ്തു. ഞാൻ ഉറങ്ങി കഴിഞ്ഞു. പിന്നെ ഉച്ചാകുമ്പോഴത്തേനും പിന്നെ ആകെ തുരുതുര വിളി നോക്കുമ്പോ സംഭവം വൈറലായപ്പോഴേക്കും അത്യാവശ്യം മുകളിലായി. അതെ, കുഞ്ഞിനിപ്പോ എങ്ങനെയുണ്ട്? ആള് ഓക്കെയാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറൊക്കെ ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആള് 24 hours ഒബ്സർവേഷനിൽ വെക്കാൻ പറഞ്ഞു. ആളൊരു 5-6 മണിക്കൂറാകുമ്പോഴേക്കും ആൾ ഓക്കെ ആയി. അപ്പൊ ആ കുഞ്ഞിന് റിപ്സ് ഇടിച്ചിട്ടുണ്ടായിരുന്നിട്ടുള്ള ഒരു ചെറിയ അബോധാവസ്ഥയിലായിരുന്നു. സംബന്ധിച്ചില്ലേ, നമ്മുടെ വാരിലിന്റെ അവിടെ ഇത്ര പോയിന്റിൽ ഇത്ര അടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം കിട്ടാതാവും. അപ്പോ അങ്ങനെ ഇടിച്ചു വീണപ്പോ ആള് ബ്ലാക്ക് ഔട്ട് ആയതാണ് മെയിനായിട്ട്. അത് എടുത്തുകൊണ്ടേ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവർ ICUലേക്ക് കയറ്റി ഓക്കെ ആക്കി. നമ്മളെ അവന് ഓക്കെ ആയതിനു ശേഷം ഞങ്ങൾ അവിടുന്ന് പോകുന്നത് പോലെ. നമ്മുടെ അനിയനല്ലേ. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിലും പരിചയമുള്ള ആൾക്കാരെയും കൊണ്ട് ആംബുലൻസിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഹാർട്ടിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ, നമ്മളെ അറിയുന്ന ആൾക്കാരെ ഒരിക്കലും ഒന്നും പറ്റാതിരിക്കുക. അതെ, അത്തരത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? വേണ്ടപ്പെട്ട ആൾക്കാരെയും കൊണ്ട് പോകേണ്ടി വന്ന? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആള് അതേപോലെ തൂങ്ങി മരിച്ചിട്ട് ഞാനാ കൊണ്ടുപോയത്. ഓക്കെ, മരണശേഷം. അതെ. അപ്പോൾ ശരിക്കും ഈ ജോലി എങ്ങനെയാണ്? വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജോലിയല്ലേ ഇത്? എന്താ പറയാ, നമ്മളെ വീടിൻ്റെ അവിടെ ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങൾ മുന്നേ ഞാൻ എൻ്റെ അറിവിൽ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തോന്നുന്നുണ്ട്, നമ്മൾ തൊട്ടപ്പുറത്തുള്ള നമ്മളൊക്കെ ചെറുപ്പം മുതൽ എടുത്തു വളർത്തിയ ആളാണ്. ആൾക്ക് പെട്ടെന്ന് നല്ല ചെസ്റ്റ് പെയിൻ വന്നിട്ട് വണ്ടി എത്താൻ നേരം വൈകാൻ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. വണ്ടി കിട്ടാണ്ട് നമ്മുടെ ഏരിയയിൽ അന്ന് വണ്ടികളധികം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ടൈം എടുത്ത് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുമ്പോൾ ആൾ മരിച്ചു. അങ്ങനെ അന്ന് ആ ഒരു ഡിസിഷൻ എടുത്തതാണ് മെയിനായിട്ട്. ഇപ്പം ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. എത്ര നാളായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്? 6-7 വർഷമായി. ഈ ആംബുലൻസ് ഓടിക്കാൻ തുടങ്ങിയിട്ട് 6-7 വർഷം. തുടക്കം മുതലേ ആംബുലൻസിൽ തന്നെയാണ്. അതെങ്ങനെയാ, ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഈ പ്രൊഫഷനിലുള്ളവരായിരുന്നോ? ഇപ്പോൾ ഞാൻ വേറൊരു വണ്ടിയിൽ ക്ലീനറായിട്ട് വണ്ടി കഴുകാൻ അങ്ങനെ പോയിരുന്നു. പോയി അങ്ങനെ ഇതുവരെ സെറ്റായിരുന്നു. അങ്ങനെ അവര് നല്ല സപ്പോർട്ടഡ് ആയിരുന്നു. ആംബുലൻസ് ഓടിച്ച് ജീവനുകൾ രക്ഷിക്കുന്ന ജോലിയിലേക്ക് എത്തി. ഈ സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട്. ഞാൻ
വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് താങ്കളോട് സംസാരിക്കുന്നത്. ചെറിയ പ്രായമാണ്, 25 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എത്രായിരം ജീവനുകൾ രക്ഷിച്ചിട്ടുണ്ടാവും. ഐഡിയ എണ്ണി നോക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. സന്തോഷം. പിന്നെ കാരണം വെച്ചാല് നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ രാവിലെ ചിലപ്പോൾ വൈകിട്ടൊക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ചിലപ്പോൾ വൈകിട്ടൊക്കെ വിളിക്കും, ആള് ഓക്കെ ആയിട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു ഉള്ളിലൊരു തണുപ്പ് ശരിക്കും പറയാം. വിളിച്ച് പറയാറുണ്ടല്ലേ? വിളിച്ച് പറയും. കാരണം നമ്മൾ അവരോട് എന്തായാലും പറയും, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും നമ്മൾ വിളിക്കാം. അതിപ്പോൾ ഇനി നിങ്ങളുടെതാണെങ്കിലും ഹോസ്പിറ്റലിലെ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നമ്മൾ കമ്പനി നമ്പർ എന്തായാലും കൊടുക്കും, അതിലാണ് വിളിച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു 108-ലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വലിയ ഭയങ്കര ഹെക്ടിക് സ്കെഡ്യൂൾ ആണോ? ലൈക്ക് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ വിളി വരാറുണ്ടോ? 24 എടുക്കുമ്പോൾ അങ്ങനെ വരാറുണ്ട്. ചില സമയത്ത് വരിക പോവുക അങ്ങനെയൊക്കെ ഉണ്ടായി. അതെ. ഇതുവരെ വർക്ക് ചെയ്തതിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും? ബുദ്ധിമുട്ട്, വിഷമം, മാനസികമായി ബുദ്ധിമുട്ട് തോന്നിയ നമ്മളൊക്കെ കുറേയുണ്ട്. അതിലൊന്ന് ഇപ്പം അടുത്ത് ഇവിടെ കളിക്കുളത്ത് വെച്ചിട്ടല്ലേ ഒരു വയനാട്ടിലുള്ളവരാ. അപ്പോൾ അവർ എന്തോ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴി ആൾ ഉറങ്ങിപ്പോയതാണോ കയ്യിൽ നിന്ന് വണ്ടി പോയതാണോ അറിയില്ല. തൊട്ടപ്പുറത്തുള്ള ഇലക്ട്രിക്കൽ പോസ്റ്റ് ഇല്ലേ, ഇരുമ്പിൻ്റെ പോസ്റ്റായിരുന്നു. അതിൽ വണ്ടി സ്ലിപ്പായി ഇടിച്ചു. ആ പോസ്റ്റ് ഒടിഞ്ഞിട്ട് ഈ സൈഡിൽ വന്ന് കുത്തിക്കുക. അങ്ങനെ ഏകദേശം ഈ ഒരു ഭാഗം മൊത്തം പോയി. അങ്ങനെ എൻ്റെ കൂട്ടുകാരുണ്ട് ഇവിടെ, ആളിവിടെ ചായക്കട നടത്തണം. ഏകദേശം 1:30 സമയമൊക്കെ ആയിട്ടുണ്ട്. സമയത്ത് ഞങ്ങൾ എല്ലാവരും ഇവിടെ എടുക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചപ്പോൾ ഞാനും അജിത്ത് എന്ന് പറഞ്ഞ പയ്യനും പോയി. നോർമലി വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് ഫസ്റ്റ് പോയിട്ട് ഫ്രണ്ടാണല്ലോ ഇടിക്കുക. അപ്പോഴും നമ്മൾ ഈ ഒരു പോസ്റ്റ് കാണുന്നില്ല, കാരണം ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ തുളഞ്ഞു വന്നിട്ട് കുത്തി കയറിയിട്ടുള്ളതാണ്. അപ്പം നമ്മളപ്പോഴും അത് കണ്ടിട്ടില്ല. ആള് ഫുള്ള് ബ്ലഡിൽ വിളിച്ചിരിക്കുന്നതാണ്. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ആള് നോർമലി ഇരിക്കുന്നത്. അങ്ങനെ സെൻട്രൽ ലോക്ക് തുറന്നു, ഡോറൊക്കെ തുറന്നിട്ട് സീറ്റ് ബെൽറ്റ് ഊരിയപ്പോൾ ആള് നേരെ കറക്റ്റ് ആ ഒരു ഭാഗം ഷോൾഡറിൽ വന്ന് വീണു, മൊത്തം വീണു. അപ്പോൾ മനസ്സിലായി ഈ ഒരു ഭാഗം മൊത്തം പോയി എന്നുള്ളത്. അപ്പോഴാണ് വെച്ചാൽ എൻ്റെ തലയുടെ ബാക്ക് ആ പോസ്റ്റർമേൽ അടിക്കുമ്പോഴാണ് ഞാൻ നോക്കുന്നത് ഈ പീസ് വന്ന് കുത്തിയിട്ടുള്ളതാണ്. അപ്പോഴാണ് ഞാൻ കാണുന്നത്. അങ്ങനെ നേരെ എൻ്റെ ടീഷർട്ട് ഊരിയിട്ട് ആ ബ്ലഡ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ആൾക്ക് ബ്രീത്തിങ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്തത്. ബ്ലഡ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ടീഷർട്ട് കെട്ടി വെച്ചു. നേരെ വണ്ടി കയറ്റി നേരെ ഇവിടെ നമ്മൾ തൊട്ടപ്പുറത്ത് അശ്വിനി ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ എത്തി ആള് അപ്പോഴും ബ്രീത്തിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറോട് നമുക്ക് കയറി സംസാരിക്കാം. നമ്മൾ കയറി സംസാരിച്ചു പറഞ്ഞു നേരം വെളുക്കൂലെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം വെച്ചാൽ നമ്മൾ ചെറിയ ടൈം എടുത്തിട്ടുള്ളൂ. ഇവിടുന്ന് ഏകദേശം കുറച്ച് ടൈം ഉണ്ട് നമ്മളെ റൗണ്ടിലോട്ട്. ചെറിയ ടൈം ഇവിടുന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും എഫേർട്ടായിട്ട് എത്തിച്ചിട്ട് നമുക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. അതെ. ഇപ്പോൾ ഏറ്റവും ഈ വാഹന അപകടങ്ങളാണോ ഏറ്റവും കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളത്? ആണ്. പോയതൊക്കെ ഉണ്ട്. ഇപ്പം അടുത്തതുപോലെ അടുത്തല്ല, ഇപ്പം എൻ്റെ അറിവിൽ ഒരു 2 കൊല്ലമൊക്കെ ആവണമെന്ന് തോന്നുന്നു. ആ സമയത്ത് ഈ റോഡ് പണി നടക്കുന്നുള്ളൂ ഹൈവേയുടെ. നമ്മുടെ തൃപ്രയാർ ഏകാദശിയാണ് അന്ന്. അതേപോലെ ഈ നാടോടികളൊക്കെ ഉണ്ടല്ലോ, അവന്മാരെ മേത്ത് കൂടെ വണ്ടി കയറി പോയിട്ട് പണി നടക്കുമ്പോൾ അന്ന് നമ്മളാ എടുത്തത്. അതും കണ്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള കാഴ്ച. നമ്മൾ ആ സമയത്ത് നമുക്കൊന്നും ഈ ഒരു മൈൻഡ് സെറ്റ് തോന്നില്ല. നമുക്ക് എങ്ങനെയും പോവുക എത്തിക്കുക എന്നുള്ള സംഭവം മൈൻഡ് സെറ്റ് കയറുള്ളൂ. ചില നമ്മൾ ഈ ഫീൽഡിലുള്ളതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ തോന്നുന്നത്. റോഡ് സൈഡിൽ ഇപ്പോൾ ഞാനാണെങ്കിലും അവനാണെങ്കിലും അല്ലെങ്കിൽ പിള്ളേരൊക്കെ കൂടി ഞങ്ങൾ പുറത്ത് പോകുമ്പോഴൊക്കെ ആണെങ്കിലും റോഡ് സൈഡിൽ ആക്സിഡൻറ്റ് കണ്ടാൽ പോലും ഞാൻ നിർത്താണ്ട് പോകില്ല. ചിലപ്പോൾ അവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ ഒന്നും അറിയില്ലായിരിക്കാം, ചിലപ്പോൾ അറിയുന്നവരെന്തെങ്കിലും ചെയ്ത് ചിലപ്പോൾ രക്ഷപ്പെട്ടാൽ ആ ഒരു സംഭവം. അതിപ്പോൾ ഈ റോഡിരിക്കൽ ഒരു ആക്സിഡന്റ് കണ്ടാൽ പെട്ടെന്ന് പോയി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ? നമുക്കിപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം, പിന്നെ ബ്ലഡ് പോകുന്നുണ്ട് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടി നോക്കാം, CPR കൊടുക്കാം, പിന്നെ പരമാവധി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇതുപോലെ സ്വന്തം കൈ കൊണ്ട് രക്ഷപ്പെടുത്തിയ ഒരു ജീവന്റെ കഥയുണ്ടോ പറയാൻ? ഒരു ചെറിയ കൊച്ചിൻ്റെ അത് ഫിക്സായിട്ട് തൊട്ടപ്പുറത്ത് വിളിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഏകദേശം ലോ ആയിരുന്നു, അപ്പോൾ ബോഡി നൈസായിട്ട് തണുത്ത് തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടുന്ന് മദർ ഹോസ്പിറ്റലിൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ ദൂരമുണ്ട്. നമ്മൾ ഏകദേശം
11 മിനിറ്റ് കൊണ്ട് എത്തിച്ചു. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു, കാര്യങ്ങളൊക്കെ ചെയ്തു. എന്താ പറയുക, അവിടെ ഒരു ICU തന്നെ സെറ്റപ്പ് ചെയ്തു, പുറത്ത് ഹോസ്പിറ്റലിൽ പുറത്ത് ICU തന്നെ സെറ്റപ്പ് ചെയ്തിട്ട് നേരെ കൊച്ചിനെ വണ്ടിയിൽ നിന്ന് നേരെ കൊണ്ടുവന്ന് ICUയിലോട്ടാണ്. എന്നിട്ട് ഏകദേശം 9 മണിക്കൂറൊക്കെ ആയതിനും അവരുടെ വീട്ടുകാരെന്നെ വിളിച്ചു ഓക്കെ ആയി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആ ഒരു ഇതുണ്ട്, ഇപ്പോഴും ആ കുട്ടീൻ്റെ വീഡിയോ കോൾ. അവർക്കൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മുഖമായിരിക്കും. എൻ്റെ കൂട്ടുകാരൻ്റെ ചേച്ചിയുടെ മോനായിരുന്നു, പക്ഷെ എനിക്കറിയില്ല. അതിനുശേഷം ഇവര് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ കുഞ്ഞിനെ പിടിച്ചിരിക്കുന്ന വീഡിയോ. അപ്പൊ ആ പോസ്റ്റ് ചെയ്തിട്ട് വീഡിയോ കണ്ടിട്ട് ഇവരെന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു അവർ വിളിച്ചു, ഈ സംഭവം വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്തില്ലേ എന്ന് വെച്ചിട്ട്. ആ ശരി, ഞാൻ ഡിലീറ്റ് ചെയ്യാൻ കുഴപ്പമില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നതിനും കൂടുതൽ അതിന്റെ കമന്റിൽ പ്രാർത്ഥനകളുണ്ടെന്നാണ് സത്യം. അപ്പൊ അപ്പോഴാണ് ഞാൻ കമന്റുകൾ നോക്കുന്നത്. കാരണം എനിക്ക് വായിക്കാൻ ചെറിയ പിടുത്തല്ല, ഇവിടുത്തെ പിള്ളേരെ കൊണ്ട് ഞാൻ വായിപ്പിക്കാറ് കമന്റ്സുകൾ. അപ്പൊ അത് കേട്ടത് ഭയങ്കര സന്തോഷമായി, സങ്കടമായി. അതെ, എനിക്ക് തോന്നുന്നു ഇതിൽ ഏത് കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാലും അതിനകത്തെല്ലാം അജ്മലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് മലയാളികളെ കാണാൻ സാധിക്കും. ഇപ്പോൾ മലയാളികൾ എന്നല്ല, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും കുറേ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല എനിക്കിപ്പോൾ എൻ്റെ അറിവിൽ ഫാൻസ് ഉള്ളത്. പുറത്തും കുറേ ആൾക്കാർ എനിക്ക് ഫാൻസ് വരുന്നുണ്ട്. അവിടുന്ന് കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതെ, പിന്നെ ശരിക്കും ഒരു അപകടം പിടിച്ച ജോലിയാണ്, സ്വന്തം ജീവിതം കൈ പിടിച്ചാണ് ഈ ഓടുന്നത്. തീർച്ചയായും. നമ്മളിപ്പോ പേടി തോന്നില്ലേ? പേടി തോന്നുന്നു ചോദിച്ചാൽ ചില സമയത്ത് തോന്നുന്നു, ചില ഓപ്പോസിറ്റ് വേറെ വണ്ടികളൊക്കെ കയറി വരുമ്പോൾ തട്ടില്ലാന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. എന്നാലും അങ്ങനെ അവർ ഡയറക്റ്റ് കയറി വന്നാൽ എന്ത് നമ്മളതല്ല, ബാക്കിലത്തെ ഒരു സംഭവമാണ്. അതെ, പരമാവധി നമ്മൾ നോക്കിയിട്ട് പോകാറുണ്ട്. അതെ, വണ്ടി ഓടിക്കുന്ന എക്സ്പെർട്ടീസിനെ പറ്റി ഞാൻ ചോദിക്കുന്നേയില്ല. പണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് പുറകിലൊരു ആംബുലൻസ് വന്നപ്പോൾ എൻ്റെ ആശാൻ എനിക്ക് പറഞ്ഞു, നീ ഒതുക്കിയാതി, അവർക്ക് പോകാൻ അറിയാം. അത് തന്നെയാണ് റോഡിലെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ എല്ലാവരും വണ്ടി മാറ്റി തരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു ആംബുലൻസ് നമ്മൾ കാണുന്നതും അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ചിലവ് ഈ പാട്ടും AC വെച്ച് ഗ്ലാസ് കയറിയിട്ട് കഴിഞ്ഞാൽ 100% ഒരു 80% കേൾക്കില്ല, ഉള്ളിലോട്ട് കേൾക്കില്ല. അങ്ങനെ കുറെയൊക്കെ പറ്റും. ചിലവര് വേണമെങ്കിൽ പോയാൽ മതി എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ ചിലവർ മാറിത്തരാതിരിക്കും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇവരോട് സംസാരിക്കാനൊന്നും നിൽക്കില്ല. നമുക്ക് ഈ ഓടിച്ച വണ്ടി അപകടത്തിൽപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ടോ? ആംബുലൻസ് ഉണ്ട്. എന്തായിരുന്നു അത്? അതേപോലെ ഇവിടെ ഒരു ഫാമിലി എനിക്കറിയില്ല, എൻ്റെ കൂട്ടുകാരൻ്റെ ഫാമിലി ആണെന്നുള്ളത്, ഉപ്പയും ഉമ്മയും ഉണ്ണിയാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അതിന് ശേഷമാണ് അവനടുത്ത് പറയുന്നത്. അതുപോലെ ഇവിടെ കുഴിയിൽ വീണിട്ട്, റോഡ് പണി നടക്കുന്ന സമയത്ത് വലിയ വലിയ കുഴികളായിരിക്കും കളിക്കുന്നത്. ആ കുഴിയിൽ വീണിട്ട് ഉമ്മയും ഉപ്പയും മോളും കൂടിയിട്ട് വീണു. ഉമ്മാക്കും ഉപ്പാക്കൊന്നും കുഴപ്പമുണ്ടാകും. ഉണ്ണിയുടെ തല അടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പൊട്ടിയിട്ടുമില്ല, എന്നാൽ ഛർദ്ദിച്ചിട്ടില്ല. ആള് ചിരിക്കുന്നോ അങ്ങനെ ഒന്നുമില്ല, ഒരു കണ്ണടക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്, മിണ്ടുന്നില്ല, ചിരിക്കുന്നില്ല, അങ്ങനെ സംഭവമൊന്നുമില്ല. എന്നാൽ കരയെങ്കിലും ചെയ്യല്ലോ, കരയൊന്നുമില്ല. ഭയങ്കര പേടിയായി. എന്നാൽ നമ്മൾ ഇക്കെന്നെ വിളിച്ചു പറഞ്ഞു നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ MAയിലോട്ടാണ് കൊണ്ടുപോയത്. MAയിൽ കൊണ്ടപ്പോൾ അവിടെ എന്തോ ടെക്നീഷ്യൻ ഉണ്ടായിരുന്നില്ല. അവിടെ നേരെ TMAയിലോട്ട് കൊണ്ടുപോയി. TMAയിൽ നമ്മൾ ജൂബിലിക്ക് പോയിരുന്നു. ജൂബിലിക്ക് പോകുന്ന സമയത്ത് അരിമ്പൂര് കഴിഞ്ഞിട്ട് ഇച്ചിരി സ്ലോപ്പായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ബാറുണ്ട്. ആ ബാറിൽ നിന്ന് അവർ അടിച്ച് ഫിറ്റായിട്ട് ആൾ കയറി വന്നു. നമ്മൾ ഓൾറെഡി സൈറനിട്ടുണ്ട്, ഹോൺ അടിക്കുന്നുണ്ട്, കയ്യിലൊക്കെ ചെയ്യുന്നുണ്ട്. ആൾ നേരെ കയറി വന്ന് വണ്ടി തട്ടി. എന്നിട്ട് അത് ഭയങ്കര ന്യൂസായിരുന്നു കേട്ടോ, അപകടം എന്ന് പറയുന്നത്. കാരണം വെച്ചാല് വഴിയാത്രക്കാരനെ ഇടിച്ച് തെറിപ്പിച്ച് ആംബുലൻസ് നിർത്താതെ പോയി എന്നുള്ള ഒരു ന്യൂസ്. അതും വേറൊരു ആംബുലൻസിന്റെ ഡ്രൈവറാരനാണ് ന്യൂസ് കൊടുത്തത്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ അതായിരുന്നില്ല. അല്ല, സത്യാവസ്ഥ എന്നിട്ട് നമ്മളെ ഓണർ ആള് ബാറിൽ പോയിട്ട് ആ വീഡിയോ എടുത്ത് ആ വീഡിയോ നമ്മൾ വിഷ്വല് നമ്മൾ പോസ്റ്റ് ചെയ്തു. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. അതുവരെ നടന്നു പോകുന്ന വഴിയാത്രക്കാരെ ഇടിച്ച് തെറിപ്പിച്ച് നമ്മൾ നിർത്താണ്ട് പോയതാണ്. അതിൽ നമ്മൾ നിർത്തുന്നുണ്ട്, ആൾക്ക് വേണ്ട കാര്യം ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ആ കൊച്ചിന്റെ കാര്യം എന്ന് പറഞ്ഞപ്പോഴാണ് നാട്ടുകാർ പറഞ്ഞത്, നിങ്ങൾ വിട്ടോ, ഞങ്ങൾ വേറെ വണ്ടിക്കാരനെ നോക്കിക്കോളൂ. തൊട്ടപ്പുറത്ത് തന്നെ അരിമ്പൂരുള്ള ആളാണ്.
ആ വണ്ടിക്കാരൻ തന്നെ അവർ കൊണ്ടുപോയപ്പോൾ അവരെന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ നിർത്തിയില്ല, ഇടിച്ച് തെറിപ്പിച്ചു എന്ന് പറഞ്ഞ് ന്യൂസ് ഇട്ടവര്. ഇങ്ങനത്തെ മോശം എക്സ്പീരിയൻസസും ഈ ജോലിയിൽ അനുഭവിക്കേണ്ടി വരാറുണ്ട്. നെഗറ്റീവും പോസിറ്റീവും. അതെ, കുടുംബം സപ്പോർട്ടാണോ ഈ ജോലിക്ക്? കുടുംബം ആദ്യമൊന്നും സപ്പോർട്ടായിരുന്നില്ല. ഇപ്പോൾ ഡെത്ത് കൊണ്ടിരുന്ന വണ്ടി അല്ലെങ്കിൽ ബ്ലഡ് ആയിട്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കഴുകാറ്, അങ്ങനെ ചെറിയ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നാൾ കുറച്ചധികം നാൾ പിന്നെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. ശരിക്കും അജ്മൽ ഭയങ്കര ഹാപ്പി അല്ലേ ഈ ജോലിയിൽ? തീർച്ചയായും. ഞാൻ കൈത്തൊഴിലുകൾ തന്നെ കുറേ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നിലും ഞാൻ അധികം കാലം നിൽക്കില്ല. ഡ്രൈവിങ്ങിൽ വന്നതിന് ശേഷമാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് തുടങ്ങിയത്. അതെ, ഇപ്പൊ മെക്സിക്കൻ ആംബുലൻസ് സർവീസ് അല്ലേ, അതാണ് ടീമിന്റെ പേര്. എത്ര പേരുണ്ട് നിങ്ങള്? ഞങ്ങളൊരു 10-30 പിള്ളേരുണ്ട്. അതിൽ പകുതി ആൾക്കാർ പുറത്താണ്, പകുതി ഞങ്ങൾ പിള്ളേർ മാത്രമേ ഇവിടെ ഉള്ളൂ. എല്ലാവരും ചേർന്നാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെ, ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിനിടയിൽ മറക്കാൻ പറ്റാത്ത ഒരു മുഖമുണ്ടോ പേഷ്യൻസ് ആയിട്ട് വന്നതില്? അങ്ങനെ പറഞ്ഞാൽ കുറേ ഉണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റിനെ എത്തിച്ചു, ചിലപ്പോൾ അവർ പൈസ കൊണ്ട് മേടിക്കുന്ന ചിലപ്പോൾ വേറെ ഓട്ടം പോകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ അവരൊക്കെ ചിലപ്പോൾ എന്താ പറയുക, ഒരു മാസം കഴിഞ്ഞിട്ടാവും നമ്മൾ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടാവും കോൺടാക്ട്. ആ തിരക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓർമ്മ പോലും ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ ചിലവരൊക്കെ നമ്മളെ കാണുമ്പോൾ വന്ന് വിളിക്കും, അറിയോ ഇന്നടുത്ത്. അപ്പോൾ ഞാൻ ആലോചിക്കും, എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. എത്രയോ പേര് കാണുന്നതാണ്, ഓർമ്മ ഉണ്ടാവില്ല ആദ്യം പറഞ്ഞാല്. ഇവരെല്ലാം പിന്നീട് വന്ന് സംസാരിക്കുമ്പോൾ സന്തോഷം തോന്നും. കാരണം ഒന്നല്ല അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അവരുടെ കാറിലൊക്കെ ഒന്ന് സംസാരിക്കും, ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന ആളാണ് നീ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരും. അപ്പം നമുക്കൊരു സന്തോഷമല്ലേ? തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയൊരു കാര്യമാണ്. നമ്മള് കുറച്ചു പേരെങ്കിലും ഓർക്കുക, മുഖം കാണുമ്പോൾ അറിയാമെന്ന് പറയുന്നത് അത് നമ്മൾ ചെയ്തൊരു ജോലിയുടെ പേരിൽ സത്യമായിട്ടും എനിക്ക് പറയുമ്പോൾ തന്നെ എപ്പോഴും ഒരു ഇതാണ്. അതെ, ഈ ജോലിയെ പറ്റി പറയുമ്പോൾ മുഖത്തൊരു സന്തോഷവും അഭിമാനവും എല്ലാം വരുന്നുണ്ട്. എല്ലാം അതുണ്ടാവും. കാരണം ഞാൻ അത്രയും എല്ലാവരും ഈ ഡോക്ടർ എഞ്ചിനീയറൊക്കെ ആഗ്രഹിച്ചാകുന്നതാണ്. ഈ ഒരു ജോലി ഞാൻ അത്രയും ആഗ്രഹിച്ച് എഫേർട്ട് എടുത്തായിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ ഒരു ഇതുണ്ട്.